എല്ലാവർക്കും നമസ്കാരം. പ്രതികരണ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. കോഴിക്കോട് നിന്നും വേലായുധൻ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ഒരു കാര്യം ചോദിച്ചിരിക്കുന്നു. സർ, ദേവസ്വം ബോർഡ് മുസ്ലിങ്ങൾ ഭരിക്കുന്ന കാലം ഉടനെ ഉണ്ടാകും. ക്ഷേത്ര സ്വത്തുക്കൾ മുസ്ലിങ്ങൾ കൈകാര്യം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകും എന്ന് KM ഷാജി പറയുന്നു. ഗുരുവായൂർ അമ്പലം മതേതര സർക്കാരിൻ്റേത്. ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ മുസ്ലിം ലീഗിന് പ്രതിനിധികൾ ഉണ്ടാകും. ഇത് കുഞ്ഞാലിക്കുട്ടി പറയുന്നു. ശ്രീ പത്മനാഭൻ്റെ നിധി ക്ഷേത്രത്തിന് അവകാശപ്പെട്ടതല്ല, സമദാനി പറയുന്നു. ഇതൊക്കെ സത്യമാകുമോ? ഇത് ഒന്നാമത് ഇപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താ വിചാരിച്ചാൽ ഇതൊക്കെ പോസ്റ്റാണ്, വീഡിയോ അല്ല. അതുകൊണ്ട് ഇതൊക്കെ അവർ പറഞ്ഞു എന്നുള്ളതിന് ആധികാരികമായ തെളിവൊന്നുമില്ല. ഇനി അഥവാ പറഞ്ഞു എന്ന് വയ്ക്കുക, അതൊന്നും നടക്കാൻ പോകാത്ത കാര്യങ്ങളാണ്. ഈ പാകിസ്ഥാനൊക്കെ എന്തെല്ലാം പറയുന്നു. ഇപ്പോൾ അവിടെ ഇന്ത്യ നശിപ്പിക്കും, ഞങ്ങൾ ഇത്ര സമയം മതി എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ബംഗ്ലാദേശ് അടക്കം പറയുന്നു. ഇപ്പം പുതിയ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പറയുന്നില്ല, അതിന് മുമ്പ് എന്തെല്ലാം വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പം അതുകൊണ്ട് ആരെങ്കിലും അത് ശ്രദ്ധിച്ചോ? നമ്മളാരും ശ്രദ്ധിച്ചിട്ടേ ഇല്ല. നമ്മൾക്ക് അവിടെ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഏത് സമയത്ത് വേണമെങ്കിലും പൊട്ടിക്കാൻ പാകത്തിൽ. അല്ലാതെ അവരുടെ ഇത് കേട്ടിട്ടൊന്നും ഇവിടെ അനങ്ങുന്നില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചില സ്വഭാവങ്ങളുണ്ട്. മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുക എന്ന് പറഞ്ഞ് ഇത് കയ്യിൽപ്പെടും. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മുസ്ലിം ലീഗ് പ്രതിനിധികളുണ്ടാകും. മതേതര സർക്കാരിൻ്റേതാണ്. സർക്കാരിന് അമ്പലം ആലോചിച്ചോ, അമ്പലം ഭക്തന്മാരുടേതാണ്. സർക്കാരിന് എവിടെ അമ്പലം? മതേതര സർക്കാരിൻ്റേതാണ്. ഗുരുവായൂർ അമ്പലം മതേതര സർക്കാരിൻ്റേതാണ് എന്ന് പറയുമ്പോൾ അപ്പോഴാണ് എനിക്കൊരു സംശയം, ഇതിപ്പോൾ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് തന്നെയാണോ എന്നുള്ളത്. കാരണം സർക്കാരിന് അമ്പലമൊന്നുമില്ലല്ലോ, അമ്പലം പള്ളിയൊന്നും സർക്കാരിനില്ല. അത് ഭക്തജനങ്ങൾക്കാണുള്ളത്. മനസ്സിലായി? പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പത്മനാഭൻ്റെ നിധി ക്ഷേത്രത്തിന് അവകാശപ്പെട്ടതല്ല. പക്ഷേ ഈ നിധി ഇരിക്കുന്നത് എവിടെയാണ്? ക്ഷേത്രത്തിലാണ്, അല്ലേ? അപ്പോൾ ഇത്തരം മണ്ടത്തരങ്ങളൊക്കെ വിളിച്ച് പറയുമോ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. ആദ്യത്തെ ചിലപ്പോൾ ദേവസ്വം ബോർഡ് മുസ്ലിങ്ങൾ ഭരിക്കുന്ന കാലം ഉടനെ ഉണ്ടാകും, ക്ഷേത്ര സ്വത്തുക്കൾ മുസ്ലിങ്ങൾ കൈകാര്യം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകും. KM ഷാജി ചിലപ്പോൾ പറഞ്ഞുകൂടായികയില്ല. കാരണം മുന്നും പിന്നും നോക്കാതെ വിളിച്ച് ചിലപ്പോൾ പറഞ്ഞെന്ന് വരും. പക്ഷേ ഈ സമദാനിയും കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഈ വിഡ്ഢിതം പറയുമോ? ഗുരുവായൂർ അമ്പലം മതേതര സർക്കാരിൻ്റേത്. മതേതര സർക്കാരിന് അമ്പലം, അമ്പലവും പള്ളിയും മതേതര സർക്കാരിനുണ്ടാവുമോ? അത് ഭക്തജനങ്ങൾക്കാണ്. അമ്പലം ഹിന്ദുക്കൾക്കുള്ളതാണ്, പള്ളി മുസ്ലിങ്ങൾക്കുണ്ട്, ക്രിസ്ത്യാനികൾക്കുണ്ട്, ഓരോ തരത്തിലുള്ളത്, അല്ലേ? അല്ല സർക്കാരിനുണ്ടോ വല്ലതും? കാരണം ഇതൊരു മതരാജ്യമൊന്നും അല്ലല്ലോ. പിന്നെ പറയുന്നത് എന്താ? ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ മുസ്ലിം ലീഗിന് പ്രതിനിധികൾ ഉണ്ടാകും. ഇതൊക്കെ സങ്കല്പങ്ങളാണ്, അതൊന്നും നടക്കാൻ പോണ കാര്യങ്ങളല്ല. മനസ്സിലായില്ലേ? ഇതവർ പറഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഇതൊക്കെ വിഡ്ഢിത്തങ്ങളാണ് ഈ പറയുന്നത്. പത്മനാഭൻ്റെ നിധി ക്ഷേത്രത്തിന് അവകാശപ്പെട്ടതല്ല എന്ന് പറയുമ്പോൾ ഈ സാധനം ഇരിക്കുന്നത് എവിടെയാ? അത് ക്ഷേത്രത്തിനകത്താണ്. എന്നിട്ട് ക്ഷേത്രത്തിന് അവകാശപ്പെട്ടതല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ? അപ്പം അതേപോലെ തന്നെയാണത് മതേതര സർക്കാരിൻ്റേതാണെന്ന് പറയുമ്പോൾ ഗുരുവായൂർ മതേതര സർക്കാരിനൊരു അമ്പലം. അപ്പോൾ ഇത്തരം വിഡ്ഢിത്തങ്ങൾ പറയാൻ സാധ്യതയില്ല. ഇനി അഥവാ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് പേടിക്കാനൊന്നുമില്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. കാരണം അതിനൊക്കെയുള്ള അടിത്തറ ഇവിടെ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എത്ര ജനസംഖ്യ വർദ്ധിച്ചാൽ അതൊന്നും നടക്കാൻ പോണ കാര്യമല്ല. കേന്ദ്രം ഭരിക്കുന്നതാരാ? BJP. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കരുത് എന്ന് സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട് കേന്ദ്ര സർക്കാർ, അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അവസ്ഥയോ? അതൊന്നും നടക്കാൻ പോണ കാര്യമല്ല. മനസ്സിലായോ? സത്യത്തിൽ മറ്റ് പല സംസ്ഥാനങ്ങളിലും, ഇപ്പോൾ ബംഗാളിൽ, കേരളത്തിൽ പല സംസ്ഥാനങ്ങളിലും ഈ മന്ത്രിസഭ പിരിച്ചു വിടാനുള്ള സാഹചര്യം
ഉണ്ടായിട്ടും കേന്ദ്ര സർക്കാർ അത് ചെയ്യുന്നില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ഈ പീഡനം അനുഭവിച്ച അവർ തന്നെയാണ്, BJP സർക്കാരാണ് ഈ പിരിച്ചുവിടൽ ഭീഷണി അനുഭവിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് നമ്മളായിട്ട് വേറൊരാളെ എങ്ങനെ ചെയ്യരുത് എന്ന ഇതിൽ നിൽക്കുകയാണ്, മനസ്സിലായില്ലേ? പക്ഷേ ഈ ജനങ്ങളുടെ ഇടയിൽ ആഭ്യന്തര കലാപം ഉണ്ടാകുന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഇപ്പോൾ ഇവർ പറഞ്ഞ മാതിരി ക്ഷേത്ര സ്വത്ത് കൈകാര്യം ചെയ്യാനും ഒക്കെ തുനിങ്ങിക്കഴിഞ്ഞാൽ മറ്റു മതക്കാരൊക്കെ തുനിങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആഭ്യന്തര കലാപം ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നീങ്ങേണ്ടി വരും. അതൊന്നും സംഭവിക്കാൻ പോണ കാര്യമല്ല. ഇത് വെറുതെ പ്രകോപനം സൃഷ്ടിക്കുക. പക്ഷേ ഇതിൻ്റെ ദോഷം അവർക്ക് തന്നെയാണ്. കാരണം ഹൈന്ദവ സംഘടനകൾ തലകുത്തി മറിഞ്ഞിട്ടും ഹിന്ദു ഏകീകരണം നടന്നിട്ടില്ല. പക്ഷേ ഇവന്മാരൊക്കെ ഓരോ പ്രഖ്യാപനങ്ങളും ഇങ്ങനെ നടത്തുമ്പോഴേക്കും അത് സാധിക്കുന്നു. ഇന്നിപ്പോൾ എല്ലാവരും BJPയെ ഭയപ്പെടുന്നു. ഇതവരെ ഒരു സീറ്റ് പോലും ലഭിച്ചു, ഒന്ന് കിട്ടി അത് പോവുകയും ചെയ്തു MLA. എന്നിട്ടും ഈ പ്രാവശ്യം ഭയപ്പെടുന്നു. കാരണം ഒരു ഹിന്ദു ഏകീകരണം നടക്കുന്നുണ്ടെന്നൊരു തോന്നൽ. അതിന് കാരണം ആരാ? ഇവന്മാർ ഈ ജാതിയൊക്കെ പറഞ്ഞിട്ടൊക്കെ തന്നെയാണിത്, മനസ്സിലായില്ലേ? അത് നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് ഇവരോടൊക്കെ നന്ദി പറയണം. സത്യത്തിൽ ഒരു ഹിന്ദു ഏകീകരണം നടന്നു ഏകദേശം ഇപ്പം എങ്ങനെയായാലും ഇപ്പോൾ 10ഉം 15ഒന്നും കിട്ടിയില്ലെങ്കിൽ 2ഓ 3ഓ സീറ്റ് കിട്ടുന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ് BJPക്ക്, അല്ലേ? അതിന് കാരണം ഒന്നുമില്ലാത്ത അവസ്ഥയല്ലേ? 3എണ്ണം കിട്ടിയത് ലാഭം തന്നെയല്ലേ? മനസ്സിലായില്ലേ? പ്രയത്നിക്കണം, മനസ്സിലായില്ലേ? അപ്പോൾ 10ഉം 15ഉം 20ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പതുക്കെ പതുക്കെ മതി. അതിന് കാരണം ഏകീകരണം, ഹൈന്ദവ ഏകീകരണം. അതിന് കാരണം ഈ ജാതി പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇവരൊക്കെ നമ്മളുടെ ഐശ്വര്യമാണ്. സത്യത്തിൽ BJPയുടെ ഐശ്വര്യമാണ് ഇവരൊക്കെ. കാരണം ഇത്തരം ഡയലോഗുകൾ പറയുമ്പോഴാണ് എല്ലാവരും ഏകീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇതൊന്നും നടക്കാൻ പോണ കാര്യങ്ങളല്ല, നടക്കില്ല, സംശയിക്കണ്ട. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എന്താ പറയാൻ പാടാത്തത്? എന്ത് വേണമെങ്കിലും പറയാൻ പാടുമല്ലോ. പാടില്ല എന്നൊന്നുമില്ല, എന്ത് വേണമെങ്കിലും പറയാം. അതാണല്ലോ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പം അതുകൊണ്ട് ഇതൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്.